അതുമാത്രവുമല്ല, പള്ളി ദർസിൽ ഓതാൻ ചെന്ന സമയത്ത് എന്റെ ഉസ്താദ് എന്നെ കിതാബുൽ അദിക്കിയയിൽ നിന്നും പഠിപ്പിച്ച ചില വചനങ്ങളും പിന്നീട് എനിക്ക് ഈ മാർഗം തെരഞ്ഞെടുക്കുന്നതിന് കാരണമായിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസനാകുന്നതിന് വേണ്ടി ഒരു വ്യക്തി അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമായ ചില കാര്യങ്ങളാണ് പൊന്നാനിക്കാരൻ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ഈ കിതാബുൽ അദിക്കിയയിൽ സമസ്തയുടെ ഇരുപക്ഷവും 6ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുന്നത്? ഫഅലൈഹി തസീനുൻ ലിൽവാഹിരിഹിൽ ജലി ബിശരീഅത്തിൻ ലിയനൂറ ഖൽബുൻ മുജ്തലാ. ഫഅലൈഹി, ഔലിയ ആകാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യൻ, തസീനുൻ ലിൽവാഹിരിഹിൽ ജലി, അവന്റെ ബാഹ്യ സ്വരൂപത്തെ ക്രമീകരിക്കണം, വൃത്തിയാക്കണം. ഏത് രീതിയിലാ? ബിശരീഅത്തിൻ, ശരീഅത്ത് കൊണ്ട് ബാഹ്യമായി അവൻ വസ്ത്രം ധരിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ ബാഹ്യമായി ജനങ്ങൾ കാണുന്ന രീതിയിൽ തന്നെ ശരീഅത്തിന്റെ ക്രിയകളൊക്കെ അനുഷ്ഠിക്കുന്നവനായിരിക്കണം അള്ളാഹുവിന്റെ വലിയ. പള്ളി ദർസിൽ ഓതാൻ ചെല്ലുമ്പോൾ ആദ്യ ഉസ്താദ്മാർ ഓദിക്കുന്ന പുസ്തകമാണ്. അതിലുപരി സമസ്തയുടെ ഇരുപക്ഷവും സംസ്ഥാനക്കാർക്ക് ഉണ്ടെന്നാണ് എന്റെ ധാരണ. പള്ളി ദർസിൽ ഔലിയാക്കളാകാൻ വേണ്ടി മുത്തഅല്ലിമീങ്ങളെ ഓദിക്കുന്ന പുസ്തകമാണ്. ശരീഅത്തനുസരിച്ച് ബാഹ്യമായ ക്രിയകൾ വൃത്തിയാക്കിയെങ്കിൽ മാത്രമേ അള്ളാഹുവിനെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം മദ്രസയുടെ 6ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വേണ്ടി കുട്ടികൾക്ക് തയ്യാറാക്കിയിരിക്കുന്ന ഈ പുസ്തകത്തിൽ പറയുന്നത്. ഇനി എന്താ പറയുന്നത്? മുറബ്ബിയായ ഷെയ്ഖാനുള്ള രൂപങ്ങളാ. കജുലൂസിഹി ബൈനൽ അനാമി മുറബ്ബിയൻ വകകസറത്തിൽ ഔറാദി കസൗമിസ്സലാ. ജനങ്ങൾക്കിടയിൽ മുറബ്ബിയായ ഷെയ്ഖായിട്ട് ഇരിക്കണമെന്ന്. എങ്ങനെയൊക്കെയാ? കസറത്തുൽ ഔറാദ്, സ്വലാത്ത്, സൗമ് ഇവയൊക്കെ അനുഷ്ഠിക്കുകയും വേണം. ജനങ്ങൾക്കിടയിൽ ഇരുന്ന് ക്ലാസ് എടുക്കണമെന്ന് മുറബ്ബിയായ ഷെയ്ഖ്. ഇവിടെ ഏത് മുറബ്ബിയായ ഷെയ്ഖാ ജനങ്ങൾക്കിടയിൽ ഇരുന്ന് ക്ലാസ് എടുക്കുന്നത്? മുറബ്ബിയായ ഷെയ്ഖാകാൻ ഉദ്ദേശിച്ചാൽ അജ്മീറിലോ മുത്തുപ്പേട്ടയിലോ നാഗൂറിലോ വേളാങ്കണ്ണിയിലോ ഭീമാ പള്ളിയിലോ പോയി ഖാൻഗാഹുകളിൽ ഒളിച്ചിരിക്കുന്ന ഔലിയാക്കളെയാണ് എനിക്കും നിങ്ങൾക്കും പരിചയം. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ച ഔലിയാക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ടോ? മാത്രമല്ല അദ്ദേഹം ഒന്നുകൂടി പറയുന്നു, പള്ളി ദർസുകളിൽ ഈ പുസ്തകം പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കൾ ആലോചിക്കണം. ശരീഅത്തനുസരിച്ച് ജീവിച്ചു എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തരീഖത്തിൽ എത്തിച്ചേരാൻ സാധിക്കൂ എന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. വകഖിദ്മത്തിൽ ലിന്നാസി വൽ ഹംലിൽ ഹതബ് ലിതസദ്ദുഖിൻ ബിമുഹസ്സലിൻ മുതവമ്മലാ. കഖിദ്മത്തിൽ ലിന്നാസ്, ജനങ്ങളെ സേവിക്കണമെന്ന്. ഏത് ഉസ്താദാ ഇന്ന് ജനങ്ങളെ സേവിക്കുന്ന? ജനങ്ങളെ സേവിക്കുക ശരിയാ, അകത്തോട്ടാണെന്നേ ഉള്ളു. ജനങ്ങളെ സേവിക്കണമെന്നാ പറയുന്ന മുറബ്ബിയായ ഷേഖിന്റെ അടയാളം. എങ്ങനാ? വകഹംലിൽ ഹതബ്, കാട്ടിൽ പോയി വിറക് വെട്ടി തലയിൽ വെച്ച് ചുമന്നു കൊണ്ടുവരണം. എന്തിനാ? ലിതസദ്ദുഖിൻ ബിമുഹസ്സലിൻ മുതവമ്മലാ. ആ വിറക് വിറ്റ് കിട്ടിയ കാശ് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ചില്ലറ നാണയത്തുട്ടുകൾ വിറ്റിട്ട് ആ നാണയത്തുട്ടുകൾ ജനങ്ങൾക്ക് സദക്ക ചെയ്യണമെന്ന്. അങ്ങനെ ജനങ്ങളെ സേവിക്കേണ്ടത്. എങ്കിൽ മാത്രമേ അവൻ മുറബ്ബിയായ ഷെയ്ഖ് ആകുന്നുള്ളൂ. കോളേജിൽ കയറി AC കാറിനകത്ത് പായുന്ന നമ്മുടെ ഉസ്താദന്മാരെങ്ങനെ മുറബ്ബിയായ ഷെയ്ഖ് ആവുന്നത്? എയർ കണ്ടീഷൻ ചെയ്ത കെട്ടിടത്തിൽ താമസിക്കുന്ന ഉസ്താദന്മാരെങ്ങനെ ഔലിയാകുന്നത്? സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഭാഷയിൽ ഞാൻ ചോദിക്കുകയാണ്, എയർ കണ്ടീഷൻ ചെയ്ത കെട്ടിടത്തിൽ താമസിക്കുന്ന ഉസ്താദ് എങ്ങനെ വലിയാകും? ജീവിതത്തിൽ ഒരിക്കൽ പോലും വയനാടൻ ചുരങ്ങൾ പോലും കണ്ടിട്ടില്ലാത്ത നമ്മുടെ ഉസ്താദന്മാരെങ്ങനെ ഔലിയാക്കളാകും? എന്തിനേറെ ഒരു ചൂല് പോലും കൈകൊണ്ട് പിടിച്ചിട്ടില്ലാത്ത ഉസ്താദിന് എങ്ങനെ വിറക് വെട്ടാൻ സാധിക്കും? നിങ്ങൾ ചിന്തിക്കുക. മൻ റാമ അൻ യസ്ലുക ത്വരീഖൽ ഔലിയാ ഫൽയഹ്ഫളൻ ഹാദൽ വസായാ ആമിലാ. ആരെങ്കിലും ഔലിയാക്കളുടെ മാർഗത്തിൽ സഞ്ചരിക്കാൻ ഉദ്ദേശിച്ചാൽ ഈ പറഞ്ഞ ഉപദേശങ്ങളെ അവൻ ശിരസാ വഹിച്ചുകൊള്ളട്ടെ. മനസ്സിലാക്കണം സുഹൃത്തുക്കളെ, ആരെങ്കിലും ഔലിയാ പട്ടം നേടാൻ ഉദ്ദേശിച്ചാൽ മഖ്ദൂം തങ്ങൾ പഠിപ്പിച്ച ഈ ഉപദേശങ്ങൾ ശിരസാ വഹിച്ചുകൊള്ളട്ടെ. ഒന്നാമത് പറഞ്ഞത് ശരീഅത്തനുസരിച്ച് ജീവിക്കണം. ശരീഅത്തനുസരിച്ച് ജീവിച്ചാൽ മാത്രം പോരാ, ജനങ്ങൾക്കിടയിൽ ക്ലാസ് എടുത്തുകൊണ്ട് അവരെ സേവിക്കണം. കാട്ടിൽ പോയി വിറക് വെട്ടി കൊണ്ടുവന്നെങ്കിലും അധ്വാനിച്ചത് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന ചില്ലറ തുട്ടുകൾ
ജനങ്ങൾക്കിടയിൽ സംഭാവന ചെയ്യണം, വിതരണം ചെയ്യണം. ജനങ്ങളെ സേവിച്ചുകൊണ്ട് അവർക്കിടയിൽ ജീവിക്കുന്നവരാണ് യഥാർത്ഥ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്നാണ് ഞാൻ പള്ളി ദറസിൽ പഠിച്ചത്. മാത്രമല്ല, ഔലിയാകാൻ വേറെ ചില വസ്തുക്കളുണ്ട്. ഹാഫിള് അലാ സുനനിൻ വആദാബിൻ അതത് മഅസൂറതൻ അൻ ഖൈരി മൻ ജാ മുർസലാ. ഹാഫിള്, നീ ക്രമപ്രകാരം ചെയ്യണം, സൂക്ഷിക്കണം. എന്താ? അലാ സുനനിൻ വആദാബിൻ അതത്, സുന്നത്തുകളും മറ്റു മര്യാദകളും പാലിക്കണം. ഏതൊക്കെയാ? മഅസൂറതൻ അൻ ഖൈരി മൻ ജാ മുർസലാ, ഹബീബായ മുർസൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രവാചകനായിരിക്കുന്ന ജീവിതകാലത്ത് പഠിപ്പിച്ചിട്ടുള്ള ഫറളുകളും സുന്നത്തുകളും ഒക്കെ അനുസരിച്ച് നീ ജീവിക്കണം. കാരണം എന്താ? ഇന്ന തസവുഫ, ഈ തസവുഫ് എന്ന് പറഞ്ഞാൽ ഫഹുവൽ അദബ്, അതാണ് അദബ്. എന്താ അദബാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ 23 വർഷം പഠിപ്പിച്ച ആ സുന്നത്തുകളും ഫറളുകളും സൂക്ഷിച്ചിട്ടുള്ള ജീവിതമാണ്, അതാണ് അദബ്. അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഒരാളെ വിലായത്തിന്റെ പദവിയിലേക്ക് എത്തിക്കുന്നത് എന്നാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി, പൊന്നാനിക്കാരനാണ്, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സുഹൃത്തുക്കളെ, ഇനി ഈ പറയപ്പെട്ട വസ്ഫുകളും വിശേഷണങ്ങളും ഒക്കെ അനുസരിച്ച് ജീവിച്ചാൽ എവിടെ എത്തും? ശ്രദ്ധിക്കുക. ഷറഹുൽ അഖായിദ് നസഫിയ്യ, സുന്നത്ത് ജമാഅത്തിന്റെ ഉസ്താദാകണമെങ്കിൽ കമ്പൽസറി ആയിട്ട് ഈ കിതാബ് ഓതിയിരിക്കണം. വെല്ലൂർ ബാഖിയാത്ത് സാലിഹാത്തിലല്ല, ദാറുൽ ഉലൂം ദെയ്യൂബന്ദിലല്ല, ലത്തീഫിയ അറബി കോളേജിലല്ല, ജമാലിയ അറബി കോളേജിലാകട്ടെ, എവിടെയുമാകട്ടെ, സുന്നി പണ്ഡിതനാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ അവർ പ്രാരംഭമായി പരീക്ഷ നടത്തും. ഷറഹുൽ അഖായിദ ഓതിയിട്ടുണ്ടോ എന്ന്. ഇത് ഓതിയിട്ടില്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതനാകത്തില്ല. ഈ കിതാബിൽ പരിചയപ്പെടുത്തുന്നത് ഈ ഫർളുകളും സുന്നത്തുകളൊക്കെ അനുസരിച്ച് ജീവിച്ചാൽ വലാ യബ്ലുഗു ദറജത്തൽ വലി വലാ യബ്ലുഗു വലിയുൻ ദറജത്തൽ അംബിയാഇ. ഞാനിത് മുൻകൂട്ടി പറയുന്നത് തുടർന്ന് വരുന്ന ഒരു വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ട, അതുകൊണ്ടാണ്. വലാ യബ്ലുഗു വലിയുൻ ദറജത്തൽ അംബിയാഇ, ഒരൊറ്റ ഔലിയാക്കൾ പോലും പ്രവാചകന്റെ ദറജയിലെത്തുകയില്ല. ശ്രദ്ധിക്കണം. ലിഅന്നൽ അംബിയാഅ മഅസൂമൂന മഅ്മൂനൂന അനിൽ ഖൗഫിൽ ഖാതിമ മുകറമൂന ബിൽ വഹി വമുശാഹദത്തിൽ മലിക്. കാരണം എന്താ? അമ്പിയാക്കൾ എന്ന് പറയുന്നവർക്ക് വഹയുണ്ട്, അവർ മലക്കുകളെ കാണുന്നവരുമാണ്, തെറ്റുകുറ്റങ്ങൾ ചെയ്യുകയില്ല എന്ന നിർഭയമുള്ളവരാണ് അമ്പിയാക്കൾ. എന്നാൽ ഔലിയാക്കൾ എന്ന് പറയുന്നത് ഒരിക്കലും ഈ നിർഭയത്വമില്ല, അവർ തെറ്റുകുറ്റങ്ങൾ ചെയ്യും. ഒരു കാരണവശാലും ഔലിയ ഒരിക്കലും അമ്പിയായുടെ ദർജയിൽ എത്തുകയില്ല. മാത്രമല്ല, കമാ നുഖല അൻ ബഅദിൽ